സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനിൽ ഖത്തറിന്റെ സംശയങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. UAE പോലെ അല്ല ഖത്തറിന് അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രൊസീജിയറിൽ ഡിഫറൻസ് വരുന്നുണ്ട്. UAE നമ്മൾ ഫൈനൽ ഡോക്യുമെന്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആദ്യം നമ്മൾ എംബസി അറ്റസ്റ്റേഷനും പിന്നെ നമ്മൾ മോഫ അറ്റസ്റ്റേഷനും ആണ് ചെയ്യുന്നത്. അത് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലാണ് അത് വരുന്നത്. ഇനി നോൺ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റുകൾ ആണെങ്കിൽ നമുക്ക് എംബസി അറ്റസ്റ്റേഷൻ മാത്രം മതിയാകും. ഇനി ഖത്തറിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ആകുന്ന സമയത്ത് നമ്മളെ ഫൈനൽ ഡോക്യുമെന്റ്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മതിയാവില്ല. അതിന്റെ കൂടെ തന്നെ നമ്മളെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് കൂടി നമുക്ക് അതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ട്. അതുവഴി നമ്മൾ എംബസി അറ്റസ്റ്റേഷനും മോഫ ചെയ്യണമെങ്കിൽ മോഫയും രണ്ടും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യമുള്ളത്, ഖത്തറിന്റെ അറ്റസ്റ്റേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നോർക്കെ അല്ലെങ്കിൽ ചാർട്ടി അറ്റസ്റ്റേഷൻ കൂടി ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം എംബസി അറ്റസ്റ്റേഷൻ വരിക. എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും പ്ലസ് ഫൈനൽ മാർക്ക് ലിസ്റ്റ് കൂടി അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം മോഫ അറ്റസ്റ്റേഷൻ വേണ്ട ആളുകൾ മോഫയിലേക്ക് അയച്ചു കഴിഞ്ഞിട്ട് മോഫയിലും നമ്മൾ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതിന്റെ കൂടെ മാർക്ക് ലിസ്റ്റും കൂടി അറ്റസ്റ്റ് ചെയ്യേണ്ടത്. അതിനായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 10 to 20 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എമൗണ്ടും ഏകദേശം കുറച്ചുകൂടി UAE-നേക്കാളും എക്സ്പെൻസീവ് ആണ്, എന്നാലും അധികം കൂടുതലായിട്ടൊന്നും വരുന്നില്ല. ഇനി ഇതിന്റെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട്, ബാക്കിയുള്ള അറ്റസ്റ്റേഷനോ എന്തിന്റെ സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഓഫീസ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്, പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്.